വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഇഞ്ചോടിഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ചോദ്യങ്ങളൊക്കെയായിട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫണ്ണി ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിനം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമസ്കാരം. സുഖമായിരിക്കുന്നു? കുറച്ച് ഗൗരവമുള്ള പോലെ ഒന്നുമില്ലല്ലോ, ഞാൻ പാവാണ് കേട്ടോ. ഓക്കെ, പേരെന്താ? എവിടെ? സ്വദേശം തിരുവനന്തപുരത്ത് തന്നെയാണ്. എവിടെയാണ്? പൗടിക്കോണം. ശരി, എന്താണ് ജോലി ചെയ്യുന്നത്? ശരി ശരി. എത്ര വർഷമായി ഇപ്പോൾ? 20 വർഷം. ഹാപ്പി? അപ്പൊ ഇന്ന് ലീവ്, ഇന്ന് അവധിയാണ്. ശരി, പേരെന്താണ് ചേച്ചിയുടെ? ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓക്കെ ആണല്ലേ. എത്ര വർഷം ഇപ്പോൾ അവിടെ? ഓക്കെ. അപ്പൊ യാത്രകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ദൂരത്തെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? അങ്ങനെയൊക്കെ. ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളൊക്കെ ഇഷ്ടമുള്ള ആളാണോ? ഭക്തിപരമായിട്ടൊക്കെ പോവാറുണ്ട്. ശരി, പേരെന്താണ്? ആദിത്യ. എന്ത് ചെയ്യുന്നു ആദിത്യ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എവിടെ പഠിക്കുന്നത്? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അടുത്തോട്ട് 8ാം ക്ലാസ് തൊട്ട് എനിക്ക് പാഷനായിരുന്നു നഴ്സിംഗ്, ഒരു മെഡിക്കൽ ഫീൽഡിലോട്ട് പാഷനായിരുന്നു. അപ്പം ആലോചിച്ചപ്പോൾ നഴ്സിംഗ് ഇഷ്ടമാണ്. ചില സന്ദർഭങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് ഡോക്ടർമാരെക്കാളും ഹെഡ് വെയിറ്റ് ഉള്ളത് നഴ്സുമാർക്കാണെന്ന് പൊതുവെ പറയാറുണ്ട്. ചുമ്മാ പറയുന്നത്. ഡോക്ടർമാർക്കാണ്, ഡോക്ടറാണല്ലോ എന്ന് പറഞ്ഞരുത്. അങ്ങനെയൊന്നും. ഒരു നല്ല നഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നല്ല നഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ പെരുമാറുക, ആ പേഷ്യൻസിനെ നമ്മളെ വീട്ടിൽ ഒരാളായിട്ട് കണ്ട് കെയർ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. വെരി ഗുഡ്. ഓക്കെ, പേരെന്താണ്? മൈഥിലി. മൈഥിലി എന്ത് ചെയ്യുന്നു മൈഥിലി? ഞാൻ 10th. എവിടെ പഠിക്കുന്നത്? ഓക്കെ, പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ശരി, ഓക്കെ. പട്ടം ഗേൾസ് എപ്പോഴും 100% ഒക്കെ കൈവരിക്കുന്ന ഒരു വിദ്യാലയമാണ് അല്ലേ? കുഴപ്പമില്ല. ശരി, പേരെന്താ? ശിവനന്ദ. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി? 4 മണിക്ക് ഇറങ്ങി. ഇനിയിപ്പോ ഇവിടുന്ന് എവിടത്തേക്ക് പോകണം? വീട്ടിലേക്ക് പോവാണല്ലേ? ശരി, എന്താണ് വാങ്ങിച്ചെന്ന്? എന്ത് കഴിച്ചു വന്നിട്ട്? ഐസ്ക്രീം ഒക്കെ കഴിച്ചാ? ട്രെയിനിൽ കയറി അതങ്ങനെ ടൈമിങ് പോയല്ലേ? പാട്ട് പാടാറുണ്ടോ? പാട്ടൊന്നും പാടാറില്ല. ശരി, അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം, ഞങ്ങൾ ഒരു കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതാണ്. ഉത്തരം പറഞ്ഞാൽ ഒരു നല്ല സമ്മാനം ഞങ്ങൾ തരാം. ഓക്കെ, ഫണ്ണിയാണ്. പഠനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇതൊക്കെ വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കുന്ന ഓരോ ചോദ്യങ്ങൾ. പക്ഷെ ഫണ്ണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും അതിൽ കൂടുതൽ ഉത്തരങ്ങൾ വന്നേക്കാം, GK പോലെയല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ആപ്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ, എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ പറയണമെന്നില്ല, ഏതാണ്ട് അടുത്ത് വരുന്ന ഉത്തരം പറഞ്ഞാലും ഞാൻ സമ്മാനം തരാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. യഥാർത്ഥ നഴ്സിംഗ്. ശരി, അപ്പോൾ ചോദിക്കാം. ചോദ്യം: ഇംഗ്ലീഷിലെ ആദ്യ 2 അക്ഷരം പോയാൽ ഒന്നാകുന്ന വാക്ക് ഏതാണ്? ഒരു വാക്ക്, ഇതിൽ ആദ്യത്തെ 2 അക്ഷരങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നാകും. അല്ല അല്ല അല്ല, ഇതൊരു പ്രൊഡക്റ്റ് ആണ്. 2 അക്ഷരങ്ങൾ, ആദ്യത്തെ 2 അക്ഷരങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നാകുന്ന ഒരു വാക്ക് ഏതാണ്, അല്ലെങ്കിൽ ഉപകരണം ഏതാണ്? കാലഘട്ടത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഫോൺ. പുറത്ത് പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുക്കാം. ഇത് ഞാൻ ഒഴിവാക്കി, പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഫോൺ. റൈറ്റ് ആൻസർ. PH എന്നുള്ള വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ONE1. കുറച്ച് മുന്നോട്ട് നോക്കും. അടുത്ത ചോദ്യം: ഓടാൻ പറ്റുന്ന വഴി എന്നാണ് അർത്ഥമെങ്കിലും നമുക്ക് ഓടാനുള്ള അധികാരം ഇല്ലാത്തത് എവിടെയാണ്? സിമ്പിൾ ആണ്. ഓടാൻ പറ്റുന്ന വഴി എന്നാണ് അർത്ഥമെങ്കിലും നമുക്ക് ഓടാനുള്ള അധികാരം ഇല്ലാത്തത് എന്താണ്? ഓടാൻ പറ്റുന്ന വഴി എന്നാണ് അർത്ഥമെങ്കിലും നമുക്ക് ഓടാനുള്ള അധികാരം ഇല്ലാത്തത് എവിടെയാണ്? സിമ്പിൾ, വളരെ സിമ്പിൾ. ടെൻഷൻ ധരിക്കണ്ട, കൂളായിട്ട് പറഞ്ഞാൽ മതി. ഓടാൻ പറ്റുന്ന വഴി എന്നാണ് അർത്ഥം വരുന്നതെങ്കിലും നമുക്ക് ഓടാനുള്ള അവകാശം ഇല്ലാത്തത് എവിടെയാണ്? റൺവേ. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. റൺവേ. പറയല്ലേ, പറഞ്ഞു കൊടുക്കല്ലേ ജി പ്ലീസ്. ഓക്കെ, റൺവേ. റൈറ്റ്. പക്ഷെ ഇത്തിരി ഉറക്കെ പറയണേ. ഓക്കെ, ഉറക്കെ പറഞ്ഞു തരാം കേട്ടോ, കേൾക്കുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. നമ്മുടെ ശരിക്കിപ്പോൾ പല വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെ? ചോദ്യം ഇതാണ്: പേരിൽ കൊലയാളി എന്ന പേര് ദോഷമുള്ള വൃക്ഷം ഏതാണ്? കൊന്നമരം. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. കൊന്നമരം. ഓക്കെ, 4ാമത്തെ ചോദ്യം. നടുക്ക് അക്ഷരം ചേർന്നാൽ ചളിയിൽ കാണാം, നടുക്കത്തെ അക്ഷരം പോയാൽ സ്ത്രീകളുടെ പേരാകും. എന്താണ്? നടുക്കുള്ള അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ചളിയിൽ കാണാം, നടുക്കത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ പേരാകും. അല്ല, നടുക്കുള്ള ഒരു 3 അക്ഷരം. ഓക്കെ, നടുക്കത്തെ അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ഇത് ചളിയിൽ നിന്നാണ് കാണേണ്ടത്. അല്ല അല്ല, സ്ത്രീകളുടെ പേരാകും. ഒന്നുകൂടി ഞാൻ ചോദ്യം പറഞ്ഞുതരാം. പേര് 3 അക്ഷരമുള്ള ഒരു വാക്ക്, നടുക്കത്തെ അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ഇത് ചെളിയിൽ കാണാം, നടുക്കത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ പേരാകും. താമര. റൈറ്റ് ആൻസർ. താമര. ഓക്കെ, കണ്ടുപഠിക്കേ. അടുത്ത ചോദ്യം കേട്ടോ. ചോദ്യം എന്ന് പറയുന്നത്: എന്റെ ആകൃതി വൃത്തത്തിലാണ്, എന്നെ വീടിന്റെ എല്ലാ റൂമുകളിലും 2 പ്രാവശ്യം കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം.
എൻ്റെ ആകൃതി വൃത്തത്തിലാണ്. എൻ്റെ എല്ലാ വീടുകളിലും റൂമിലും 2 പ്രാവശ്യം കാണാൻ പറ്റും. അല്ല, കുസൃതിയാണേ, പക്ക കുസൃതിയാണ്. ആ രീതിയിൽ എടുത്താൽ മതി. അതായത് എൻ്റെ ആകൃതി വൃത്തത്തിലാണ്. ഓക്കെ, എന്നെ എല്ലാ വീടുകളിലെ റൂമിലും 2 പ്രാവശ്യം കാണാം. അത് പിടിച്ചാൽ മതി. എല്ലാ വീടുകളും റൂമിലും 2 പ്രാവശ്യം കാണാം. എനിക്ക് ഉത്തരം ക്ലിയർ ആയിട്ടില്ല. ഡബിൾ ഓ, ഓക്കെ, വെരി ഗുഡ്. ഡബിൾ ഓ, 2-0. ഓക്കെ, പറഞ്ഞു കൊടുക്കല്ലേ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഞാൻ ലൈഫിലുണ്ട്, ഡെത്തിലില്ല, ഞാനില്ലാതെ നിങ്ങൾക്ക് ഫണ്ണില്ല. ഞാൻ ലൈഫിലുണ്ട്, ഡെത്തിലില്ല, ഞാനില്ലാതെ നിങ്ങൾക്ക് ഫൺ ഇല്ല. അല്ല, ഞാൻ ലൈഫിലുണ്ട്, ഡെത്തിലില്ല, ഞാനില്ലാതെ നിങ്ങൾക്ക് ഫണ്ണില്ല. ലൈഫിലുണ്ട്, ഡെത്തിലില്ല, ഞാനില്ലാതെ ഫണ്ണില്ല. അല്ല, അല്ലെങ്കിൽ ഞാൻ ലൈഫിലുണ്ട്, ഡെത്തിലില്ല, ഞാനില്ലാതെ നിങ്ങൾക്ക് ഫണ്ണില്ല. ഞാൻ ലൈഫിലുണ്ട്, ഡെത്തിലില്ല, ഞാനില്ലാതെ ഫണ്ണില്ല. എഫ്, റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. അങ്ങനെ പറഞ്ഞു എഫ്. ഓക്കെ, പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ. തീപ്പെട്ടി, റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് 2 ചോദ്യം. തമിഴ് വാക്കിൽ തുടങ്ങുന്ന ഫ്രൂട്ട് ഏതാണ്? തമിഴ് വാക്കിൽ തുടങ്ങുന്ന ഫ്രൂട്ട് അല്ല. തമിഴ് വാക്കിൽ തുടങ്ങുന്ന ഫ്രൂട്ട് പറഞ്ഞു കൊടുക്കില്ല കേട്ടോ, പ്ലീസ്. തമിഴ് വാക്കിൽ തുടങ്ങുന്ന ഫ്രൂട്ട്, ഇതൊരു ഫ്രൂട്ടാണ്. എങ്ങനെയാണെങ്കിൽ ഇരിക്കും. അവിടെ വെച്ചാൽ അവിടെ ഇരിക്കും, ഇവിടുന്ന് മാറ്റി വെച്ചാൽ അവിടെ ഇരിക്കും. നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇതിനെ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്, എന്താ പറയുക, അങ്ങനെയൊക്കെ ഉള്ള സംഭവം. കൂടുതൽ തമിഴ് വാക്കിൽ കുസൃതിയാണ്. തമിഴ് വാക്കിൽ തുടങ്ങുന്ന ഫ്രൂട്ട് ഏതാണ്? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണത്. തമിഴ് വാക്കിലാണ് തുടങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയ ക്ലൂ. അതല്ലാതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു പ്രത്യേക സീസൺ ടൈം. തണ്ണിമത്തൻ, റൈറ്റ് ആൻസർ. തണ്ണിമത്തൻ പറഞ്ഞായിരുന്നു, ഉറക്കം പറയണം, കേൾക്കുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഇണയില്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്തിനാണ്? ഇണ ഇല്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്തിനാണ്? ഇണ ഇല്ലെങ്കിൽ, അതായത് ഒന്നുകൊണ്ട് അതിനെ കൊണ്ട് വലിയ കാര്യമില്ല. മീൻസ് ഇണ എന്ന് പറയുന്നത് പേർ. ഇണ ഇല്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്തിനാണ്? ചേട്ടൻ കുറച്ച് ഉത്തരം പറഞ്ഞിരിക്കുന്നു, ഒന്ന് ആലോചിച്ചേക്കാണ്. ഇണ ഇല്ലെങ്കിൽ ഗുണമില്ലാത്ത എന്താണ്? നമുക്ക് ഇവിടെയൊക്കെ കാണാം. അല്ല അല്ല അല്ല, നമുക്ക് തലേണ നമുക്ക് ഒന്ന് വെച്ചിട്ടും ഉപയോഗിക്കാം. ഇണ ഇല്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്താണ്? നമ്മൾ ഉപയോഗിക്കത്തില്ല. അല്ല, ഇല്ല ഇല്ല. അങ്ങനെ ഉപയോഗിക്കാം, സിമ്പിൾ. ഇണ ഇല്ലെങ്കിൽ ഗുണമില്ലാത്തത് എന്തിനാണ്? ഇണ ഇല്ലെങ്കിൽ ഗുണമില്ല, നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇണ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കുന്ന സാധനം ചെരുപ്പ്, റൈറ്റ് ആൻസർ. ചെരുപ്പ് ഒരു ചെരുപ്പ് മാത്രം നമ്മളിങ്ങനെ നടക്കുമോ? ഇല്ലല്ലോ, 2 ചെരുപ്പ് വേണ്ടേ. ചേട്ടൻ പേരോട് പറയും. ജ്യോതിഷ് കുമാർ. അടിപൊളി കേട്ടാ, സൂപ്പർ. അപ്പൊ നമ്മളെ ജ്യോതിഷ് ചേട്ടനാണ് ഇതിന്റെ കറക്റ്റ് കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ വിജയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ജ്യോതിഷ് ചേട്ടനാണ്. ജ്യോതിഷ് ചേട്ടന് സ്നേഹം നിറഞ്ഞ സമ്മാനം. പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീ സാന്നിധ്യം കൂടുതലായിട്ട് ഉത്തരം പറയും. ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ മാറി വെക്കും കേട്ടോ. പക്ഷെ ഇവിടെ മാറി കേട്ടോ, സൂപ്പർ, സന്തോഷം. അപ്പൊ എന്തായാലും VMTV ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഫാമിലി എല്ലാവരും ടച്ച് ചെയ്തോളൂ. ഹാപ്പി ആണല്ലോ? ഓക്കെ, സന്തോഷം. ഇതുപോലെ എപ്പോഴെങ്കിലും ക്യാമറക്ക് മുന്നിൽ നിന്നിട്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടോ? പോസിറ്റീവ്. അപ്പൊ നമ്മളെ മറക്കത്തില്ല. ഓക്കെ, സന്തോഷം. ഇഞ്ചോടിഞ്ച് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് പുതിയ മുഖങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടാം. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ഒരു ചാറ്റ് പറഞ്ഞേക്ക്. ബൈ.